ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്കാണ്. ഗൈസ്, നമ്മൾ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവും. ഇന്ന് നമ്മളൊരു ഷീപ്പ് ഫാം ഉണ്ടാക്കുന്നതായിരുന്നു പറഞ്ഞിരുന്നത്. നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഇന്നലെ തന്നെ വുഡ് മൊത്തം ശേഖരിച്ച് വെച്ചിരുന്നു. ഇനി ആ വുഡ് മൊത്തം നമുക്ക് ഫെൻസാക്കി മാറ്റണം. പിന്നെ ഗൈസ്, ഈ ഫെൻസാക്കുന്നത് അധികം എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ ഫെൻസാക്കുന്നത് പ്രത്യേകം കാണിച്ച് വീഡിയോ വെറുതെ ലേവാക്കുന്നില്ല ഗൈസ്. അപ്പോൾ നമുക്ക് വേഗം ഫെൻസാക്കി തന്നെ കാണിക്കാം. ഗൈസ്, നമുക്ക് ആവശ്യമുള്ള മുഴുവൻ ഫെൻസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാക്കാനുള്ളൊരു സ്ഥലം ചൂസ് ചെയ്യാം. അതായത് നമുക്കൊന്ന് മൊത്തം നിരപ്പാക്കി എടുക്കണം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ക്ലാസിക് ഒരു സീ ഫാം തന്നെയാണ്. സാധാരണ ഓട്ടോമാറ്റിക്കെല്ലാം കുറച്ച് അങ്ങോട്ടേക്ക് ആവശ്യം വരുമ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് അത്യാവശ്യത്തിനുള്ളൊരു ഫുഡിന് മാത്രമായിട്ടാണ് നമ്മൾ ഇത് ഷീ ഫാം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആക്കേണ്ട സ്ഥലം ഒന്ന് കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് മൊത്തം നിരപ്പാക്കണം ഗൈസ്. പിന്നെ നമുക്കിവിടെ തന്നെ മൊത്തമായിട്ടൊന്ന് നിരപ്പാക്കിയെടുക്കുക. ഇത് നിരപ്പാക്കുന്നതെന്ന് വെച്ചാൽ മൊത്തം ഫെൻസ് ആക്കുമ്പോൾ ഒരു ഇത് കിട്ടേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ നിന്ന് ഇട്ടിട്ട് ഈ കുഴിയിലൊന്ന് മൂടിയിട്ട് ഇവിടെ മൊത്തം ഒന്ന് ക്ലിയർ ചെയ്ത് തന്നാൽ വരാം ഗൈസ്. മൊത്തം ഒന്ന് ആക്കേണ്ട സ്ഥലം മൊത്തം ഒന്ന് ക്ലിയർ ആക്കിയിട്ട് വരാം ഗൈസ്. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സ്ഥലം മൊത്തം ഒന്ന് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഷവൽ പൊട്ടി വീണ്ടും ഒരു ഷവലുണ്ടാക്കി എന്നിട്ടാണ് ബാക്കി മൊത്തം കുഴിച്ച്. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഇത്രയും സ്ഥലം നമ്മളൊന്ന് മൊത്തമായിട്ടൊന്ന് നിരപ്പാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെയുള്ള ഫെൻസ് വെക്കാനുള്ളൊരു വലിയ പണിയാണുള്ളത് ഗൈസ്. ഇവിടുത്തെ കുറച്ച് ഡേറ്റ എടുത്ത് മാറ്റാം. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലമായിട്ട് ഇതെന്തോ നേരെ വല്ലാത്ത പോലെ. അപ്പോൾ ഈ ഡേറ്റ കുറച്ച് ഓട്ടിച്ചിട്ട് നമുക്കൊരു ഇതാക്കാം ഗൈസ്. ടെറാഫോപ്പിംഗ് ഒന്ന് ചെറുതായിട്ട് ചെയ്യാം ഗൈസ്. ഗൈസ് എന്ന് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ടെറാഫോപ്പിംഗ് ചെയ്ത് മൊത്തം ഒന്ന് നിരപ്പാക്കിനി. ഇനി ഗൈസ് നമുക്ക് നല്ലൊരു ഇവിടെ മൊത്തം ഫെൻസ് കെട്ടിയിട്ട് ആടിനെ കൊണ്ടുവരാനുള്ള പണിയേ ഉള്ളൂ ഗൈസ്. എന്നാൽ കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ഫെൻസ് ഒന്ന് കെട്ടുക. ഫെൻസ് കെട്ടലെന്ന് വെച്ചാൽ മൊത്തമായിട്ടൊന്ന് ചതുരത്തിൽ കെട്ടാണ്ട് നമ്മൾ ഒരു സാധാരണ ഒരു ഷീപ്പിനെ കെട്ടുന്ന ഇത് വെയിൽ പോലെ തന്നെ ഒരു ഇങ്ങനെ വളഞ്ഞിട്ടും പൊളഞ്ഞിട്ടെല്ലാം ആയിട്ടാണ് നമ്മളിത് കെട്ടുന്നത് ഗൈസ്. എന്നാലും ഒരു ഒറിജിനാലിറ്റി തോന്നിക്കൂ. പിന്നെ ഈ കെട്ടുന്നെല്ലാം കാണിച്ച് വെറുതെ വീഡിയോ ലേഖാക്കുന്നില്ല. അപ്പോൾ ഇനി ഇത് മൊത്തമായിട്ടൊന്ന് കെട്ടി കാണിച്ചിട്ട് കാണിക്കാന്നേ ഉള്ളൂ ഗൈസ്. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഫെൻസ് മൊത്തം നമ്മൾ കെട്ടി തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ആടിനെ കൊണ്ടിവിടെ ഇടുക, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ ആടുകളെ കൊണ്ടെന്ന് വെച്ചാൽ ബെഡ്റോക്കിൽ നമ്മൾ എത്ര ആടിനെ കൊന്നാലും പിന്നെയും ആടുകൾ സ്പോൺ ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പിന്നെ അത് ഓർത്ത് വലിയ പേടിക്കണ്ട. ഇവിടുത്തെ ഈ ഫെൻസ് എടുത്ത് മാറ്റിയെന്ന് വെച്ചാൽ ആടിനെ കൊണ്ട് കയറ്റാനാണ്. നമുക്ക് എന്നാൽ ഇനി ആടിനെ കൊണ്ടയിലേക്ക് വരാം ഗൈസ്. നമുക്ക് ആടിനെ കൊണ്ടുവരാനായിട്ട് കുറച്ച് ലീഷിൻ്റെ ആവശ്യമുണ്ട്. ലീഷിലെങ്കിൽ വീറ്റാണ് ആവശ്യം. പക്ഷെ നമ്മൾ ഇവിടേക്ക് ഇപ്പോൾ വീറ്റില്ലാത്ത സ്ഥിതിക്ക് നമുക്കിപ്പോൾ ലീഷ് ഉണ്ടെന്ന് ആടിനെ കൊണ്ടുവരുന്നതാണ്. അത് ഇനി ഒരു ആടിനെ കണ്ടതിൽ ഗൈസ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് ഗൈസ്. നമുക്കങ്ങനെ ഒരു ഗ്രേ ആടിനെ കിട്ടിയിട്ടുണ്ട്. ഈ ഗ്രേ ആടിനെ നോക്കണേ നമുക്കിങ്ങനെ ഡൈ അടിച്ച് ഒളിപ്പിക്കുന്നതേ ഉള്ളൂ. നമുക്കെന്നാൽ ഗൈസ് ഈ ഗ്രേ ആടിനെ നമുക്ക് നമ്മളെ ആ ഫെൻസിൻ്റെ ഉള്ളിലാക്കാം. എന്നാൽ ഈ ഷീപ്പിനെ നമുക്ക് എന്നാൽ അവിടെ എത്തിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഗൈസ്. അങ്ങനെ നമ്മൾ ഒരാടിനെ ഇങ്ങ് എത്തിച്ചിട്ടുണ്ട്. ഈ ഷീപ്പിനെ ഇതിൻ്റെ ഉള്ളിലാക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു വൈറ്റ് ഷീപ്പും കൂടി സ്പോൺ ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് നല്ല ഈനീൻ്റെ ഉള്ളിലാക്കിയിട്ട് ആ വൈറ്റ് ഷീപ്പിനും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാം ഗൈസ്. അങ്ങനെ ഈനിയും കൂടി നമുക്ക് ആ ഫെൻസിൻ്റെ ഉള്ളിലാക്കാം. പിന്നെ ഈ ആ ഷീപ്പ് ഇതിൻ്റെ അടുത്ത് തന്നെ സ്പോൺ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത്. ഇനി നമുക്കൊരു 2 ലീഷും കൂടി ഉണ്ട്. ഈ 2 ലീഷും കൂടി ഉള്ളതെടുത്തോളം കൂടി നമുക്ക് ഈ 2 ആടിനെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാനാവുന്നതാണ് ഗൈസ്. ഇവിടെയും കൂടി ഒരു ഷീപ്പുണ്ട്. ഇതിനെയും കൂടി കൊണ്ടുപോകാൻ അങ്ങോട്ടേക്ക് കുറച്ച് നടക്കേണ്ട ഇതിനെയും കൂടി കാണാൻ കുറച്ച് ദൂരം വന്നില്ല. എന്നാൽ ഗൈസ് ഒരാടിനെയും കൂടി കിട്ടിയില്ല ഗൈസ്. എന്നാൽ ഞാൻ ഇതിനെ കുറച്ച് ദൂരം എത്തിക്കൊണ്ട് അങ്ങോട്ടേക്ക് എത്തിയിട്ട് നിങ്ങളെ കാണിക്കാം ഗൈസ്. അങ്ങനെ നമ്മളെ മറ്റാടിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ വേറൊരു ആടിനെയും കൂടി കണ്ടിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഈ 2 ആടിനെ ഒരുമിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാം. അതിൻ്റെ ഇടയ്ക്ക് ഇനി ഒരു ലീഷും കൂടി ബാക്കിയുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് മൊത്തം 4 ഷീപ്പ് ഉണ്ടാകും. നമ്മൾ ഈ സ്റ്റാർട്ടർ ഫാമിൽ നിന്ന് ഈ 4 ഷീപ്പിനെ ധാരാളം ഗൈസ്. എന്നാൽ ഇനി നമുക്ക് ഈ 4 ഷീപ്പിന് വീട്ടിലെത്തിച്ചിട്ട് ഇനി കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ 2 ആടിനെ വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ രാത്രി ആയിട്ടുണ്ട്. വേഗം വന്ന് പോയി ഉറങ്ങിയിട്ട് ബാക്കി കാണിക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ ഉറങ്ങി എണീച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മറ്റേ ആടിന് വൈറ്റ് ഡൈ അടിക്കാം. ഈ പൂ കൊണ്ട് കിട്ടുന്നത് വൈറ്റ് ഡൈ ആണോ നോക്കാം ഗൈസ്.
അയ്യോ ഗൈസ്, ഇത് ഗ്രേ ഡൈ ആയിപ്പോയി. നമുക്ക് ലൈറ്റ് ഗ്രേ ഡൈ ആയിപ്പോയി കിട്ടിയിരിക്കുന്നത്. നമുക്ക് ലൈറ്റ് ഗ്രേ ഡൈ അല്ല വേണ്ടത്, ആ പൂണ്ട് ലൈറ്റ് ഗ്രേ ഡൈ ആയിരുന്നു ആക്കാനായത്. നമുക്കെന്നാൽ ഗൈസ് നമ്മളവിടെയൊക്കെ ബോണുണ്ട് ബോൺ മീലാക്കിയാൽ അതിനെ കൊണ്ട് വൈറ്റ് ഡൈ ആക്കാനാവുന്നതാണ് ഗൈസ്. എന്നാൽ നമുക്ക് അങ്ങനെ തന്നെ നമുക്കൊന്ന് വൈറ്റ് ഡൈ ആക്കിയിട്ട് ആടിനടിക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ഒരു ബോൺ ആവശ്യമുണ്ട്. ആ ബോണിനെ കൊണ്ട് ബോൺ വീലാക്കണം. അങ്ങനെ നമ്മൾ ബോൺ വീലാക്കിയിട്ടുണ്ട്. ഇനി ഈ ബോൺ വീൽ ഉപയോഗിച്ചൊരു വൈറ്റ് ഡൈ ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ വൈറ്റ് ഡൈയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മളവിടെ നേരത്തെ ഗ്രേ ഡൈ അടിച്ച് ലൈറ്റ് ഗ്രേ ഡൈ അടിച്ച ആടിന് വൈറ്റ് ഡൈ തന്നെ ആക്കാം. അങ്ങനെ ഈ ആടിനും കൂടി വൈറ്റ് ഡൈ അടിച്ചാൽ നമ്മളുടെ ഷീപ്പ് ഫാമിൽ 4 ഷീപ്പുമായിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇനി വൈറ്റ് ഡൈ വേറൊരാടിനെങ്കിലും അടിക്കാനാവുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഗ്രേ ആടിനെ ഞങ്ങൾ അടിച്ചു കൊടുത്തേക്കാം. ഇനി നമ്മളുടെ ഈ ആടുകളുള്ള ലീശ മൊത്തം നമുക്ക് അഴിച്ചു മാറ്റാം ഗൈസ്. മൊത്തം ലീശ അഴിച്ചു മാറ്റി നമ്മളിനി നേരത്തെ ഒരു കാർപ്പറ്റ് ഇങ്ങനെ ഇട്ടാൽ നമുക്ക് ഗൈസ് ഇനി നമുക്ക് മാത്രം അകത്തേക്കും പുറത്തേക്കും ചാടാനാവും. ഈ കാർപ്പറ്റിൻ്റെ ഉപയോഗം വെച്ചാൽ ഈ ആടുകൾക്ക് അകത്തേക്കും ചാടാനാവില്ല. പക്ഷെ നമുക്ക് ഈ കാർപ്പറ്റ് ഇങ്ങനെ ഇട്ടത് കൊണ്ട് നമുക്ക് അകത്തേക്കും പുറത്തേക്കും ചാടാനാവുന്നതാണ്. അങ്ങനെ ഗൈസ് നമ്മളുടെ സ്റ്റാർട്ടർ ഷീപ്പ് ഫാം റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ ഇന്നലെ നട്ട് വെച്ചാൽ കുറച്ച് വീറ്റ് ഉണ്ടായിരുന്നു. ആ വീറ്റൊന്ന് മൊത്തമായിട്ടൊന്ന് നട്ടു വെക്കാം ഗൈസ്. അങ്ങനെ ഇവിടെ കുറച്ച് വീറ്റ് വളർന്നിട്ടുണ്ട്. ഈ വീറ്റെല്ലാം നമുക്കൊന്ന് പൊട്ടിച്ച് ശേഖരിക്കാം. അങ്ങനെ പൊട്ടിച്ച് ശേഖരിക്കുമ്പോൾ കിട്ടുന്ന സീഡ് ഉപയോഗിച്ച് നമുക്ക് ഈ വീറ്റ് ഫാം കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ആക്കാം ഗൈസ്. അങ്ങനെ നമുക്കിപ്പോൾ വീറ്റ് കുറച്ച് കിട്ടിയിട്ടുണ്ട് ഗൈസ്. 5 വീറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 13 സീഡും കിട്ടിയിട്ടുണ്ട്. നമുക്കിനി 13 സീഡും നട്ടു വെക്കാം ഗൈസ്. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വേഗത്തിൽ മൊത്തം വളർന്ന് നമുക്ക് കുറച്ചും കൂടി ഇത് വീറ്റും സീഡും കിട്ടുന്നതാണ്. നമ്മൾ ഈ വീറ്റ് ഒരിക്കലും നമ്മൾ ബ്രെഡാക്കി കഴിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു ബ്രെഡാക്കാന്ന് വെച്ചാൽ 3 വേണം, വീറ്റ് വേണം. പക്ഷെ നമുക്കൊരു ആടിൻ്റെ കുട്ടീനെ കിട്ടാൻ വെറും 2 വീറ്റ് മതി. അങ്ങനെ 2 വീറ്റ് കൊണ്ട് ഒരു ആടിൻ്റെ ഷീപ്പിൻ്റെ ബേബി ഷീപ്പിനെ കിട്ടുമ്പോൾ നമുക്ക് ഇത്തിരിയും കൂടി ലാഭം അതാണ്. അതുകൊണ്ട് നമ്മൾ ഈ വീറ്റൊന്നും നമ്മൾ ബ്രെഡാക്കി കഴിക്കുന്നില്ല ഗൈസ്. പിന്നെ ഗൈസ് നമ്മളോടൊക്കെ കുറച്ച് ബോൺ വീലുണ്ടായിരുന്നു, ഒരു ബോണും ഉണ്ട്. ആ ബോണിനെ കൊണ്ട് കുറച്ചും കൂടി നമുക്ക് പെട്ടെന്ന് വീറ്റ് ലഭിക്കും. അപ്പോൾ നമുക്ക് വേഗത്തിൽ കുറച്ചും കൂടി സീഡും വീറ്റും ലഭിക്കും. അത് ഉപയോഗിച്ച് നമുക്ക് കിട്ടുന്ന സീഡ് മൊത്തം ഇവിടെ നിന്ന് നട്ടു വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ചും കൂടി ബോണുണ്ട്. ആ ബോൺ ഉപയോഗിച്ച് കുറച്ചും കൂടി ബോൺ വെയിലാക്കിയിട്ട് ഇവിടെ മൊത്തം ഒന്ന് നട്ടു വയ്ക്കാം ഗൈസ്. അങ്ങനെ നമ്മുടെ ഇടയ്ക്ക് ഒരു 3 ബോൺ വെയിലും കൂടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ 3 ബോൺ വെയിൽ വെച്ചിട്ട് കുറച്ചും കൂടി ഇത് വീറ്റ് ശേഖരിക്കാനാവുന്നതാണ്. എന്നാൽ ഈ ബോൺ വെയിൽ ചെയ്ത് മൊത്തം വീറ്റും ശേഖരിച്ച് മൊത്തം നട്ടു വെച്ചിട്ട് ഈ ഗൈസ് ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ് ഗൈസ്. അങ്ങനെ നമ്മൾ മൊത്തം ബോൺ വെയിൽ ചെയ്ത് കിട്ടിയ സീഡ് മൊത്തം നട്ടു വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ മൊത്തം സ്ഥലത്തും മൊത്തം നട്ടു വെച്ചിട്ടുണ്ട്. ഇനി കിട്ടുന്ന വീറ്റ് മൊത്തം ശേഖരിച്ച് വെക്കാം ഗൈസ്. നമുക്ക് ആടിനെ ഇതാക്കുന്നതാണ്. ആടിനെ കുറച്ചും ആടിനെ ബ്രീഡാക്കുന്നതാണ് ഗൈസ്. അങ്ങനെ നമ്മളുടെ 10 വീറ്റുണ്ട്. ഈ വീറ്റ് ഉപയോഗിച്ച് ഈ ഷീപ്പിനെ മൊത്തം ഒന്ന് ബ്രീഡാക്കി എടുക്കാം. അങ്ങനെ കിട്ടുന്ന കുട്ടികളെയും കൂടി വണ്ണം വെച്ച് അവരെയും കൂടി ബ്രീഡാക്കി അങ്ങനെ നമുക്ക് ഒരു പ്രോപ്പർ ഒരു ഷീപ്പ് ഫാം ആക്കാം. ഇനി ഞാൻ ഓഫ് ക്യാമറയിൽ നിന്ന് മൊത്തം ഒന്ന് ബ്രീഡാക്കുന്നതാണ് ഗൈസ്. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്നാൽ മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ഓക്കെ ബൈ.